ചിക്കൻ എഗ് റോളാണ് തയ്യാറാക്കുന്നത്. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു റോള് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. പുറത്തുനിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരുപാട് ഓയിലൊക്കെ വെച്ചിട്ടാണ് അവർ അത് ചെയ്യുന്നത്. നമുക്കത് വീട്ടിൽ അധികം ഓയിലൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ വേണം. ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ബോണിലുള്ള ചിക്കനും ഉണ്ടാക്കാം. ഇപ്പോൾ ഏതാണുള്ളത് അതെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നല്ലതുപോലെ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എരിവൊക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ്. പിന്നെ 1/2 മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇത്രയും കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൈരും ചേർക്കാവുന്നതാണ്. തൈര് ചേർത്താൽ ഒന്നും കൂടി നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ തൈര് ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് മൈദയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം മാത്രം മതി. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ മാവ് നമുക്ക് ഒരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. നമ്മളിത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പീസസ് ഇട്ട് വറുത്തെടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളം മുഴുവനും ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ചിക്കനും അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തീ നല്ലതുപോലെ കൂട്ടി വെച്ചിട്ട് ചിക്കൻ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ഡ്രൈ ആവുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടില്ല, നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അധികം എണ്ണയൊന്നും നമുക്ക് വേണ്ടി വന്നില്ല. ഇതിലേക്ക് നമുക്കിനി ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാളയുടെ കൂടെ തന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കം കൂടി ഉണ്ടെങ്കിൽ അതും നീളത്തിൽ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. പിന്നെ ഈ സവാള ചേർത്തതിന് ശേഷം ഒരുപാട് നേരമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 സെക്കൻഡ് നേരത്തേക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. സവാള ഒട്ടും തന്നെ വഴണ്ട് പോരുത്, നല്ല ക്രിസ്പി ആയി തന്നെ ഇരിക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ആക്കാം. അപ്പോൾ ഞാനിത് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുക്കട്ടെ, നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വലിയ സൈസായിട്ടുള്ള മാവ് ഇതേപോലെ എടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. കുറച്ച് വലുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയൊരു പ്ലേറ്റ് കമത്തി വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ടാണ് ഇതിപ്പോൾ പരത്തിയെടുക്കുന്നത്. കുറച്ച് വലുതായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിക്കാം. ഇതേപോലെ ഒന്ന് പ്ലീറ്റ് പോലെ എടുക്കുക. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറില്ല, അതേപോലെ തന്നെ ചെറിയ പ്ലീറ്റ്സ് പോലെ നമുക്കിത് എടുക്കാം. ചെറിയ നമുക്ക് ലെയേഴ്സ് പോലെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. ഇതൊന്ന് വലിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം വീണ്ടും. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ടയും റെഡിയായി. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പൊറോട്ട വെച്ച് കൊടുക്കാം. ഇതിന് വെന്ത് വരണം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും കുറച്ച് ഓയിൽ നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് ഓയിലിട്ടിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. ഈ പൊറോട്ട തന്നെ ഒരുപാട് ഓയിലിട്ടിട്ടാണ് അവരിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് വീട്ടിലാകുമ്പോൾ അത്രയും ഓയിലൊന്നും വേണ്ടി വരില്ല. ഇപ്പോൾ 2 സൈഡും ഇതായി വന്നിട്ടുണ്ട്. ഇതിന് മാറ്റിയെടുക്കാം. അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പൊറോട്ട വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഈ മുട്ട ഒന്ന് വേവട്ടെ. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് റെഡിയായി. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. 2 പൊറോട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പൊറോട്ടയിൽ ഞാൻ മുട്ട ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇതേപോലെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയും ചുട്ടെടുത്ത് കഴിഞ്ഞു. അത് നമ്മൾ ഉണ്ടാക്കിയ ഈ മുട്ടയുടെ പൊറോട്ട എടുക്കാം. നമുക്കിനി ഈ ചിക്കൻ്റെ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കണം. ഒരു സൈഡിലായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഫില്ലിങ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് നാരങ്ങയുടെ നീരും കൂടി ഇതേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഗ്രീൻ ചില്ലി സോസൊക്കെ ചേർത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുക. സോസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ കൂടി പോരുത് കേട്ടോ. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടാണ് അവർ നമുക്ക് റോൾ ചെയ്ത് തരാറുള്ളത്. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ റോൾ ഇതേപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തിൽ നിന്നും ഈ പേപ്പർ ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഈ താഴെയുള്ള ഫില്ലിങ് പുറത്ത് വരാതിരിക്കും. അതിന് ശേഷം ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള പൊറോട്ടയെ നമുക്ക് ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് എഗ്ഗും ചിക്കനും വെച്ചിട്ടുള്ള റോളാണ്. അപ്പോൾ ഈ പൊറോട്ടയിൽ ഞാനിപ്പോൾ മുട്ട ചേർക്കാത്തതാണ്. അപ്പോൾ ജസ്റ്റ് മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുരുമുളക് പൊടിയും ലെമൺ ജ്യൂസും ടൊമാറ്റോ സോസൊക്കെ ചേർത്തതിന് ശേഷം ഇതേപോലെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്